ലോകത്തെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് ക്യാൻസർ. ഈ ക്യാൻസർ വരാൻ മെയിൻ കാരണം എന്താണ്? പ്ലാസ്റ്റിക്സ്. ഇന്ന് ഞങ്ങൾ സെൻറ്റ് പീറ്റേഴ്സ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ് ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള 7 to 9 ഗ്രീൻ സ്റ്റോർ എന്ന പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള റീഫിൽ കോൺസെപ്റ്റ് ആയിട്ട് ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ അതിൻ്റെ വിട്ടു സാറിനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടാണ് ഈ സ്റ്റോറിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് സാറിനോട് തന്നെ ഈ സ്റ്റോറിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിക്കാം. അപ്പോൾ നമുക്കിനി സാറിനോട് തന്നെ ഈ കടയുടെ വിശേഷങ്ങളെല്ലാം ചോദിക്കാം. ഗുഡ് മോർണിംഗ് സാർ. അപ്പോൾ ഇത്രയും വലിയൊരു ഷോപ്പ്, അത് ഇത്രയും വലിയൊരു നല്ല ബെനിഫിറ്റ്സ് ആയിട്ട് ഭയങ്കര ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുന്നു, പ്ലാസ്റ്റിക് ഫ്രീ. അപ്പോൾ ഈ ഒരു സ്റ്റോറ് ഇങ്ങനെ ഇത്രയും ലെവലിലായി, സാറിന് ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടി, ഇത്രയും ഇതായി. അപ്പോൾ സാറിന് ഇപ്പോൾ ഉള്ള ഒരു ഫീല് എന്താണ്? സന്തോഷം തന്നെയാണ്, ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതൊരു നമ്മൾ പൈസ ഉണ്ടാക്കുന്നതിനൊപ്പം അതൊരു എത്തിക്കൽ ബിസിനസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു നല്ല കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം എപ്പോഴും നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും അതിലൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ബിസിനസ്സിൽ അതിനൊരു എലമെന്റ് ഉണ്ടാവുക. നമുക്ക് പൈസ ഉണ്ടാക്കാം, എല്ലാം അതിന്റെ കൂടെ വരും. ബട്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഒരു സോഷ്യൽ എലമെന്റ് കൂടി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അത് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഷോപ്പ് അത് തുടങ്ങാനായിട്ട് ഒരുപാട് സ്ട്രഗിൾസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഒരു ഷോപ്പ് നമ്മൾ തുടങ്ങുന്നത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കണം. അത് പ്ലാസ്റ്റിക് ഇത്രയും കോസ്റ്റ്ലി എക്യുപ്മെന്റ് വെച്ച് ഒരു ഷോപ്പ് തുടങ്ങാൻ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പൊ അതിനുവേണ്ടി സാർ ഇപ്പൊ എഫോർട്ട് എന്തോരാണ്, എന്തൊക്കെ കഷ്ടപ്പാടാണ് അങ്ങനെ സഹിച്ചതെന്ന് പറയുന്നത്? ആക്ച്വലി ഈ സ്റ്റോർ ഏതാണ്ട് ഒരു 1.5 വർഷം എടുത്താണ് സെറ്റ് ചെയ്തത്. നമ്മൾ കാണുന്ന ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നത്. ഇത് പഴയ ഒരു പലചരക്കടയാവും. പണ്ട് ഉണ്ടായിരുന്ന നോർമൽ രീതിയിലുള്ള ഒരു പലചരക്കടയെ കൺവേർട്ട് ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ ബിന്നുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. എല്ലാം പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത്. അപ്പൊ അത്യാവശ്യം ടൈം എടുത്തു സാധനം സെറ്റ് ചെയ്യാനും. ഇതിന്റെ പല സ്ഥലങ്ങളിൽ ഇപ്പം USA എന്നുള്ള സാധനങ്ങളുണ്ട്, ജർമ്മനി എന്നുള്ളതുണ്ട്, ചൈന എന്നുള്ളതുണ്ട്. സോ ഇതെല്ലാം കൊണ്ടുവന്ന് റീഫിൽ സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇതായിട്ടുള്ള, പിന്നെ എക്സ്പെൻസീവ് ആണ്. നമ്മളൊരു പലചരക്കടയ്ക്ക് ആവുന്ന ഒരു എക്സ്പെൻസ് അല്ല ഈ ഒരു സ്റ്റോറിനാണ്. ഞാനത് ശരിക്കും ഒരു പ്യൂർലി ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ലൈക്ക് നമ്മൾ എല്ലാം ഈ യൂസ് ആൻഡ് ഫോർ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് യൂസ് ചെയ്ത് കളയുന്നതിന് പകരം നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഗ്രോസറി പർച്ചേസ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ചെയ്തതാണ്. ബട്ട് അത് ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് തുടങ്ങുമ്പോഴും എപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നു, ആളുകൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറി വരുമോ. കാരണം നമ്മുടെ ആളുകളെല്ലാം ഒരു ബ്രാൻഡ് കോൺഷ്യസ് ആണ്. എപ്പോഴും ഒരു ഇന്ന ബ്രാൻഡിന്റെ ഒരു സാധനം വാങ്ങാൻ, ഇപ്പോൾ ഒരു സാമ്പാർ പൊടിയാണെങ്കിൽ ഇന്ന ഒരു ബ്രാൻഡ്, മുളക് പൊടിയാണെങ്കിൽ ഇന്ന ഒരു ബ്രാൻഡ്, അങ്ങനെ ബ്രാൻഡ് കോൺഷ്യസ് ആണ്. അങ്ങനെയുള്ള ആൾക്കാരെ ലൂസിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അത് ഗ്രാജുവലി പയ്യെ ആയി വന്നതാണ്. ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് പോലെ അങ്ങനെ ഓടി കസ്റ്റമറെ കിട്ടിയതല്ല. നമുക്ക് കൊടുക്കുന്ന സാധനം നല്ല ക്വാളിറ്റി സാധനം കൊടുക്കുകയും ന്യായമായിട്ടുള്ള വിലയ്ക്ക് കൊടുക്കുകയും പ്ലാസ്റ്റിക് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യും. സോ ആ രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സും അതിനോട് ജോയിൻ ആയിട്ട് വന്നു. ബട്ട് ഇപ്പൊ നല്ല രീതിയിൽ ഏതാണ്ട് ഒരു 300 എബവ് കസ്റ്റമർ വർക്കിംഗ്സ് ഉണ്ട് അവിടെ. നല്ല രീതിയിൽ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഒരു സ്റ്റേജ് നല്ലൊരു സ്ട്രഗ്ലിംഗ് പാർട്ട് തന്നെയായിരുന്നു. ഒരു കട തുടങ്ങി കഴിഞ്ഞും ഒരു ഫസ്റ്റ് ഒരു 6 monthsോളം എനിക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിരുന്നു ആളുകൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ബട്ട് ഇപ്പൊ നന്നായിട്ട് ആളുകൾ റെസ്പോണ്ട് ചെയ്ത് പോകുന്നു. ഇത് ശരിക്കും ബാംബു ആണ് ഇതിന്റെ ഹാൻഡിൽ വരുന്നത്. ഹാൻഡിൽ ബാംബു ആണ്. ഇത് 904 ആണ്. ശരിക്കും ടൂത്ത് ബ്രഷ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഒരാൾ യൂസ് ചെയ്യുമ്പോഴാണ് ഒരു സിംഗിൾ ടൂത്ത് ബ്രഷ്. ഇത് ലൈക്ക് 8 ബില്യൺ ആളുകൾ യൂസ് ചെയ്യുമ്പോൾ ഏതാണ്ട് നമ്മളൊരു കണക്കനുസരിച്ച് പറയുന്നത് ഏതാണ്ട് ഒരു 3 ബില്യൺ, അതായത് 300 കോടി ടൂത്ത് ബ്രഷുകളാണ് ഓരോ മാസവും നമ്മുടെ പുറത്തേക്ക് വരുന്നത്. അതിന്റെ ഒരു ലൈഫ് പറയുന്നത് 1000 years ആണ്. നമ്മൾ യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് കളയുന്ന ഒരു ടൂത്ത് ബ്രഷ്. കാര്യം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ടൂത്ത് ബ്രഷ് അല്ല ചെയ്യുന്നത്. അതുപോലെ 300 കോടി ടൂത്ത് ബ്രഷുകളാണ് ഓരോ മാസവും നമ്മുടെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇത്രയും ഇത് ചുമ്മാ നമ്മുടെ പറമ്പിൽ കിടക്കുകയല്ല, ഇത് ടോക്സിൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൂത്ത് ബ്രഷ് മാറ്റാം. സോ അതിലേക്ക് പയ്യെ കൺവേർട്ട് ആയി വരിക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മാക്സിമം സീറോ വേസ്റ്റ് ഫോർമാറ്റിലേക്ക്, മാക്സിമം വേസ്റ്റുകൾ ഉണ്ടാക്കാത്ത ഒരു ഫോർമാറ്റിലേക്ക് നമ്മുടെ പർച്ചേസും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റുക എന്നുള്ളതാണ് അതിൽ ചെയ്യാവുന്നത്. യൂസബിൾ സ്ട്രോസ് ആണ്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ കൊണ്ടുകിടന്ന് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന റീയൂസ് ചെയ്യാവുന്ന സ്ട്രോസ് ആണ്. ഇതൊക്കെ നീം വുഡ് ആണ്, ആര്യവേപ്പിന്റെ തടിയിലുമാണ്. പ്യുവർ ഇന്ത്യൻ പ്രോഡക്ട്സ് തന്നെയാണ്.
ഇതെല്ലാം ലൈക് പ്ലാസ്റ്റിക്കിന് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള ഇതൊക്കെയാണെങ്കിൽ നീം കോംസ് ആണ്, നീ വുഡിലുള്ള കോംസ് ആണ്. ഇതൊക്കെ ആന്റിബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളത് സ്കാൽപ്സിന് നല്ലതാണെന്നാണ് പറയുന്നത്. ശരിക്കും അപ്സൈക്ലിംഗ് പ്രൊഡക്റ്റ് ആണ്. അതായത് ഒരു വേസ്റ്റിനെ ഒരു പ്രൊഡക്റ്റ് ആക്കുന്നതിനാണ് അപ്സൈക്ലിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു വേസ്റ്റ് ആയിട്ട് കളയുന്ന ഒരു സാധനത്തിന് ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റ്. അതൊരു ന്യൂസ് പേപ്പർ ആണ്. ന്യൂസ് പേപ്പർ വെച്ച് ചെയ്തിരിക്കണം. സ്പ്രൗട്ട് പെൻസ് എന്ന് തന്നെ പറയും. സീഡ്സ് ഉണ്ടാവും. ഇത് കളഞ്ഞാൽ ഒരു ചെടിയായിട്ട് വരിക എന്നുള്ളൊരു കൺസെപ്റ്റിലുള്ള. സോ ഇതും പെണ്ണൊക്കെ അതുപോലെ തന്നെയാണ്. ഇതൊക്കെ സീഡ് ഇതിലുള്ള. അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉണ്ടാകുന്ന ഒരു സാധനങ്ങളൊന്നാണ് നമ്മുടെ പഴയ ഇപ്പോഴത്തെ ഡിസ്പോസിബിൾ റേസേഴ്സ്. വൺ ടൈം യൂസ് ആണ് അല്ലെ, യൂസ് ചെയ്ത് കളയുക. നമ്മുടെ പണ്ടത്തെ റേസേഴ്സ് ഇങ്ങനെയാണ്, ടൈം യൂസ് ചെയ്യുക കളയുക. സോ അതിനൊക്കെ പകരം അപ്പൊ ആ പഴയ ഒരു പാറ്റേണിലേക്ക് വരിക എന്നുള്ളതാണ്. മാക്സിമം വേസ്റ്റുകൾ ഉണ്ടാക്കാതിരിക്കാൻ അങ്ങനെയുള്ള ഒരു ഫോർമാറ്റിലേക്ക് ചേഞ്ച് ആയി വരിക. വുഡിനെ മാത്രമാണ് അല്ലല്ല, വുഡുണ്ട്, സ്റ്റീലുണ്ട്. ഇതൊക്കെ സ്റ്റീൽസ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ട്രോസ് ആണ്. പല സൈസിലുള്ള ഇതൊക്കെ സ്ട്രോസ് ആണ്. സോ അങ്ങനെ മാക്സിമം ഒരു സീറോ വേസ്റ്റ് ഫോർമാറ്റിലേക്ക് വരിക എന്നുള്ളതാണ്. നമുക്ക് പെർഫെക്റ്റ് ആവാം എന്നല്ല ഞാൻ പറയുന്നത്. നാളെ മുതൽ നിങ്ങൾ 100% സീറോ വേസ്റ്റ് ലൈഫ് ഫോളോ ചെയ്യണമെന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു ടൂത്ത് ബ്രഷ് മാറ്റാലോ അല്ലെ. ഇപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ സ്കൂളിൽ തന്നെ 100 പിള്ളേരുണ്ടെങ്കിൽ 100 പേര് ടൂത്ത് ബ്രഷ് മാറ്റിയാൽ 100 ടൂത്ത് ബ്രഷ് ഒഴിവായില്ലേ പ്ലാസ്റ്റിക്. അതായത് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മൾ യൂസ് ചെയ്ത ഓരോ ടൂത്ത് ബ്രഷും നമ്മുടെ പറമ്പിൽ കിടക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത ടൂത്ത് ബ്രഷും നമ്മുടെ പറമ്പിൽ കിടക്കുന്നുണ്ട്. ചുമ്മാ എടുക്കില്ല, ടോക്സിൻസ് ഉണ്ടാക്കുകയാണ്. ഒഴിവാക്കാൻ പറ്റുന്ന ഒഴിവാക്കാം. ആ ഒരു രീതിയിലേക്ക് വരിക എന്നുള്ളത്. അപ്പൊ അതിനുള്ള സൊല്യൂഷൻസ് ആളുകൾ കൊടുക്കും. അപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു സൊല്യൂഷനാണ്. ശരിക്കും നമുക്ക് അല്ലാണ്ട് ആളുകൾക്ക് അതിനൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നമുക്കൊരു പുട്ടുപൊടി വാങ്ങണമെങ്കിൽ എന്താ ഓപ്ഷൻ ഉള്ളത്? ഒരു കടയിൽ പോയി പാക്കറ്റിലുള്ള വാങ്ങിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ. എല്ലാം ലൂസ് സാധനങ്ങളാണ്. എല്ലാം നമ്മൾ വാങ്ങുന്ന അതിൽ നിങ്ങൾക്ക് അത് പുട്ടുപൊടിയാണ്. അപ്പപ്പൊടി, ഗോതമ്പൊടി, ശർക്കര, അഗ്നിസ്പൊടി, പയറുപൊടി. ഇത് ശരിക്കും ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബ്രിങ് യുവർ ഓൺ കണ്ടെയ്നേഴ്സ് എന്ന് പറയാം. നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന് റീഫിൽ ചെയ്യുക. അതാണ് അതിന്റെ ബേസ് കോൺസെപ്റ്റ്. റീയൂസബിൾസ് ആണ് ഇതിന്റെ സൊല്യൂഷൻ. അതായത് പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും റീയൂസബിൾസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് വന്നിരുന്നു. കാരണം റീയൂസബിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ പാത്രം കൊണ്ടുവരുന്നു, അതിലേക്ക് റീഫിൽ ചെയ്യുന്നു, വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നു, അത് തീരുമ്പോൾ വീണ്ടും പാത്രം കൊണ്ടുവരുന്നു, റീഫിൽ ചെയ്യുന്നു. ഈ പാത്രം നമ്മൾ ഒരു തവണ യൂസ് ചെയ്ത് കളയുന്ന ഒരു കവറിന് പകരം നമ്മളൊരു 100 തവണയെങ്കിലും റീയൂസ് ചെയ്യുന്നു. സോ അങ്ങനെ റീയൂസ് ചെയ്യുമ്പോഴാണ് എപ്പോഴും പ്ലാസ്റ്റിക്കിന് ഒരു സൊല്യൂഷൻ ആയിട്ട് മാറുന്നത്. അല്ലാണ്ട് ഇതിന് പകരം നമ്മൾ ബയോഡിഗ്രേഡബിൾ എന്നോ അല്ലെങ്കിൽ വേറൊരു കൺസെപ്റ്റ്. ഇപ്പൊ പേപ്പർ കവർ ആണെങ്കിൽ പോലും ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം പേപ്പർ കവർ മരത്തിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്. സോ അതിനെ നമുക്ക് അധികം പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം ഗ്ലാസ് ബോട്ടിൽസ് ആയി കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ഗ്ലാസ് ബോട്ടിൽസ് ആയിരിക്കും. സോ സൊല്യൂഷൻ ഉള്ളത് ഇപ്പം എങ്ങനെ പ്ലാസ്റ്റിക്കിന് എതിരായിട്ടല്ല ഇത് പറയുന്നത്, പ്ലാസ്റ്റിക്കിനെ എങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിനെ ഒരു തവണ യൂസ് ചെയ്തിട്ട് കളയുന്നതിന് പകരം അതിനൊരു 100 തവണയെങ്കിലും റീയൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു കൺസെപ്റ്റിലേക്ക് വരിക എന്നുള്ളതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ്. എപ്പോഴും ആളുകൾ മാക്സിമം ഐറ്റംസ് റീയൂസ് ചെയ്യുക, റീയൂസബിൾ ഫോർമാറ്റിലേക്ക് ആളുകൾ വരിക. അതാണ് നമുക്ക് ചെയ്യാവുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്നത് അതാണ്. ഇപ്പൊ നമ്മുടെ പാത്രം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പാത്രത്തിലേക്ക് നമ്മൾ ഫസ്റ്റ് പാത്രത്തിന്റെ വെയിറ്റ് എടുക്കും, സാധനം റീഫിൽ ചെയ്യും. നിങ്ങൾക്ക് പാത്രം ഇല്ലെങ്കിൽ ഞങ്ങൾ പാത്രം കൂടുതലിരിക്കുന്ന സെയിലിനുള്ള ബോട്ടിലുകളല്ല, എല്ലാം ഗ്ലാസ് ബോട്ടിൽസ് ആണ്. അത് ഡെപ്പോസിറ്റ് എമൗണ്ട് ആണ്. 20 രൂപ, 30 രൂപ റേഞ്ചിൽ നമ്മൾ ബോട്ടിൽസ് അഡീഷണൽ പൈസ വാങ്ങിക്കും. ബോട്ടിൽ തിരിച്ചു കൊടുക്കുമ്പോൾ ഈ പറയുന്ന 20 രൂപ റിട്ടേൺ റീഫണ്ടബിൾ ആണ്. അല്ലാത്ത ഇപ്പം നമുക്ക് അത്യാവശ്യം പേപ്പർ കണ്ടെയ്നർ ഇല്ലെങ്കിൽ ഞങ്ങൾ പേപ്പർ കവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേപ്പർ കവേഴ്സ് ഹാംഫുൾ അല്ല, ബട്ട് ഞാനതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ലൈക്ക് മരത്തിൽ നിന്ന് തന്നെ എടുക്കുന്നതായതുകൊണ്ട് അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബട്ട് നമുക്കത് ചില സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചേ പറ്റും. ഹാംഫുൾ അല്ല, പ്ലാസ്റ്റിക് പോലെ ഹാംഫുൾ ആയിട്ട് നമുക്ക് എന്തായാലും മണ്ണിൽ അരിഞ്ഞു പോകുന്നതാണ്. സോ അങ്ങനെ എന്തൊരു ഫോർമാറ്റിലേക്ക് ചേഞ്ച് ആയി വരിക. അത് ഞാനിവിടെ ഏതാണ്ട് 1800+ പ്രോഡക്ട്സ് ഉണ്ട്. 1800 മുകളിൽ പ്രോഡക്ട്സ് ഉണ്ട്. ഈ 1800 പ്രോഡക്ട്സും ഈ പറയുന്ന സർവീസ് ഫോർമാറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഹണി വേണമെങ്കിൽ, അതുപോലെ ഈ പറയുന്ന മഞ്ഞപ്പൊടി, മസാലകൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡിങ് ഷാമ്പു, ക്ലീനിങ് സൊല്യൂഷൻസ്, വെളിച്ചെണ്ണ, അങ്ങനെയുള്ള നമ്മൾ നോർമലി വീട്ടിലേക്ക് വാങ്ങുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് യൂസ് ആയിട്ടാണ്. ഷാമ്പു ആണെങ്കിൽ നമ്മുടെ പഴയ ഡവിന്റെ ചെറിയ ബോട്ടിൽ കൊണ്ടുവന്നാൽ അതിലേക്ക് റീഫിൽ ചെയ്തിട്ടാണ്. ഈ ബോട്ടിൽ ഇല്ലെങ്കിൽ ഞങ്ങളോട് ചെറിയ ഗ്ലാസ് ബോട്ടിൽസ് കൊടുക്കും. ആ ബോട്ടിലുകൾ തിരിച്ചു കൊണ്ടു കഴിഞ്ഞാൽ അത് അത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് റീയൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ബോട്ടിൽ കൂടെ എനിക്ക് വേണമെങ്കിൽ ഷാമ്പു കൊടുക്കുമ്പോൾ ബോട്ടിൽ 10-15 രൂപയുടെ കാര്യമുള്ളൂ. ഒരു ബോട്ടിൽ വേണമെങ്കിൽ ഇതിന്റെ കൂടെ ഇത്ര വില കയറ്റിയിട്ടിട്ട് ആ ബോട്ടിൽ ഫ്രീ ആയിട്ട് കൊടുത്തുവിടാം. പക്ഷെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ആളുകൾ എന്താ ചെയ്യാന്ന് അറിയാം, ഇത് തിരിച്ചു കൊണ്ടുവരില്ല, വീട്ടിൽ യൂസ് ചെയ്ത് ഇത് കളയും. അപ്പൊ പ്ലാസ്റ്റിക്കിന് പകരം ഗ്ലാസ് ആവും. അത്ര വ്യത്യാസമുള്ളൂ.
അപ്പോൾ അതിന് മാക്സിമം ഇതിന്റെ ഗ്ലാസ് നമുക്ക് എത്ര തവണ വേണമെങ്കിൽ റീയൂസ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഇരിക്കുന്ന പല ബോട്ടുകളും ഞങ്ങൾ കട തുടങ്ങിയപ്പോൾ യൂസ് ചെയ്യുന്ന ബോട്ടുകളാണ്. ആളുകൾ റിട്ടേൺ കൊണ്ടുവന്ന് തിരിച്ച് റീയൂസ് ചെയ്ത് എടുക്കുന്ന ബോട്ടുകളാണ്. അപ്പൊ ആ ഒരു ഫോമാറ്റിലേക്ക് നമ്മൾ ചേഞ്ച് ആയി വരിക എന്നുള്ളതാണ്. പിന്നെ മാക്സിമം ഹെൽത്തി ഫുഡ് എന്നൊരു കൺസെപ്റ്റാണ് ചെയ്യുന്നത്. എല്ലാം മാക്സിമം ഓർഗാനിക് നാടൻ ഐറ്റംസ് ആണ് കൂടുതൽ ഞങ്ങൾ പൊടിക്കുന്നതും അങ്ങനെയുള്ള. അപ്പം ബ്രാൻഡഡ് പൊട്ടിച്ചിടുന്ന രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. മാക്സിമം ഓർഗാനിക് സർട്ടിഫൈഡ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ലോക്കലി സോഴ്സ്ഡ് ആയിട്ടുള്ള ഹോം മെയ്ഡ് പ്രോഡക്ട്സ്. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഓർഗാനിക് ആണ്, ഫ്രൂട്ട്സ്, അതുപോലെ ഓയിലുകൾ, അതെല്ലാം. വെളിച്ചെണ്ണ എള്ളെണ്ണയൊക്കെ ഞങ്ങൾ ഓൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൺ ആട്ടിയെടുക്കുന്നതാണ്. സൺഫ്ലവർ ഓയിൽ അങ്ങനെയുള്ളത് ഓർഗാനിക് സർട്ടിഫൈഡ് ആണ്. അല്ലല്ല, ഇതെല്ലാം നമ്മൾ ഓൺ ചെയ്യുന്ന സാധനമാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ മാത്രമാണ് ഒരു ബ്രാൻഡിനെ ആശ്രയിക്കുകയോ, അല്ലെങ്കിൽ അത് കൂടുതലും ഞങ്ങൾ ഓർഗാനിക് തന്നെയാണ് ചെയ്യുന്നത്. കിട്ടാത്ത സാധനം മസാലാസ് ആണ്. അതെല്ലാം മസാല പൗഡേഴ്സ് ആണ്. അതെല്ലാം ഇതൊക്കെ ഞങ്ങൾ പൊടിക്കും. ഗരം മസാല, ഇതൊക്കെ ഓർഗാനിക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസമാണ് വരും. എല്ലാ ദിവസവും സപ്ലൈ ഇല്ല. തിങ്കൾ, ബുധൻ, വെള്ളി അങ്ങനെ 3 ദിവസങ്ങളിലാണ് വെജിറ്റബിൾസ് ഉണ്ടാവുക. അപ്പൊ ആ ദിവസങ്ങൾ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ദിവസങ്ങളാണ് നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഉണ്ടാവുക. അപ്പോൾ ആ ടൈമിൽ വന്ന് പർച്ചേസ്. സാറ് ശരിക്കും എഞ്ചിനീയർ അല്ലേ? അപ്പൊ സാറിന്റെ എഡ്യൂക്കേഷൻ ലെവലൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാനായിട്ടുള്ള പ്രധാന കാരണം? ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള കാര്യം ശരിക്കും ഞാൻ ലണ്ടനിൽ ഇതേ പാറ്റേണിൽ ഒരു സ്റ്റോർ കണ്ടാണ്. ഞാനൊരു ട്രിപ്പിനായിട്ട് പോയി. ഇപ്പൊ അവിടെ കണ്ടാണ് ഇതൊരു ഫോമാറ്റ് സ്റ്റോർ. പിന്നെ എന്റെ ഫാമിലി ബിസിനസ് ആണിത്. എന്റെ അപ്പയ്ക്കും എന്റെ ഗ്രാൻഡ് ഫാദറിനും ഗ്രോസറിയുടെ ഹോൾസെയിൽ ബിസിനസ് ആണ്. സോ ഞങ്ങൾക്ക് സ്റ്റോർ ഉണ്ടായിരുന്നു, ഇതിന്റെ ഒരു ബാക്കപ്പ് ഉണ്ട്, അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇത് ചെയ്യാനുള്ളൊരു മെയിൻ കാര്യം പ്ലാസ്റ്റിക്കിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ്. ഞാൻ സ്റ്റാർട്ടിങ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് വന്നപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തു. ഇത് എന്താണ്, എങ്ങനെയാണ് പ്ലാസ്റ്റിക്കിന്റെ ഇഷ്യൂസ് എന്താണ്. അപ്പം നമ്മളിൽ പലരും വിചാരിക്കുന്ന പോലെ അത്രയും ഒരു സിമ്പിൾ ഇഷ്യൂ അല്ല ശരിക്കും പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറഞ്ഞത്. നമ്മുടെ ഫുഡ് ചെയിനിൽ പ്ലാസ്റ്റിക് ഉണ്ട്. നമ്മൾ ഏതാണ്ട് ഒരു 70,000 പീസ് ഓഫ് പ്ലാസ്റ്റിക് ഇൻടേക്ക് ഉണ്ടെന്ന് പറയുന്നത്. അതായത് ഒരു വർഷം നമ്മൾ 70,000 പീസ് ഓഫ് പ്ലാസ്റ്റിക് നമ്മൾ കഴിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കൂടെ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ കൂടെ, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന കൂടെ. സോ അങ്ങനെ അത്രയും പ്രശ്നമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണമല്ലോ എന്തായാലും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ എത്ര നാൾ ഇങ്ങനെ പോകാൻ പറ്റും? കാരണം നമ്മൾ അത്രമാത്രം പ്ലാസ്റ്റിക് ആണ് നമ്മൾ ഉപയോഗിച്ച് പുറത്തേക്കണം. സോ ഇതൊരു സൊല്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നി. സോ ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പ്യുവർലി ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തത്. അത് ആളുകളെ തന്നെ അക്സെപ്റ്റ് ചെയ്തു. ആളുകൾക്കും നമ്മൾ പറയുമ്പോഴും ആളുകൾക്ക് ഇത് സൊല്യൂഷൻ ഇല്ല അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പുട്ടുപൊടി വേണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ പച്ചരി വാങ്ങിച്ചുകൊണ്ട് പോയി കഴുകി പൊടിക്കാൻ പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാക്കറ്റിൽ വാങ്ങിക്കാം. ഈ 2 ഓപ്ഷനാണ് ഒരു കസ്റ്റമറെ സംബന്ധിച്ചുള്ളൂ. അത് നമ്മൾ ഒഴിവാക്കി കൊടുക്കുക. അതിനിടയ്ക്ക് നമ്മളൊരു സൊല്യൂഷൻ കൂടെ കൊടുത്തേക്കണം. ഞങ്ങൾ പൊടിച്ചുകൂടെ വെച്ചിട്ടുള്ള നാടൻ പുട്ടുപൊടി നിങ്ങൾക്ക് നിങ്ങളുടെ പാത്രം കൊണ്ടുവന്നാൽ അതിലേക്ക് റീഫിൽ ചെയ്തുകൊണ്ട് പോകാം. വേസ്റ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. സോ അങ്ങനെ ഒരു സൊല്യൂഷനാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ ആ സൊല്യൂഷൻസ് ആളുകൾ അക്സെപ്റ്റ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ആളുകൾ അത് പാത്രം കൊണ്ടുവരാൻ ആൾക്കാർ തയ്യാറാവുന്നുണ്ട്. ആ ഒരു ഫോമാറ്റിലേക്ക് ആളുകൾ പർച്ചേസ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. സോ അതിന്റെ ഒരു ഇതാണ് മെയിനായിട്ട്. പിന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രൈസ് ഇറ്റ്സ് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ നമുക്ക് ഒരു 80% പ്രൊഡക്ട്സിന് വില കുറവായിരിക്കും. അതായത് നോർമൽ മാർക്കറ്റിനേക്കാളും പ്രൈസ് താഴെ ആയിരിക്കും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മളൊരു ബ്രാൻഡഡ് സാധനം നമുക്ക് കിട്ടണമെങ്കിൽ ഒരു 84 റുപ്പീസ് കൊടുക്കണം. അതായത് ഇപ്പൊ ഒരു നല്ലൊരു ബ്രാൻഡിന്റെ ഐറ്റംസ് കിട്ടും 84, 89 ഒക്കെയാണ് ഒരു കിലോ ഫുഡ് മേടിക്കുന്നത്. അൺബ്രാൻഡഡ് ആണെങ്കിൽ പോലും നമ്മൾ 60 കൊടുക്കണം. 48 പ്രൈസിലെ ഡിഫറൻസ് മനസ്സിലായി. അതുപോലെ ഇപ്പൊ ജീരകം നമ്മളൊരു പാക്കറ്റ് 100 ഗ്രാം വാങ്ങിക്കണമെങ്കിൽ 45 രൂപ. 45 to 55 വരെ ഡിഫറെന്റ് ബ്രാൻഡ്സിനനുസരിച്ച് അതിന്റെ പ്രൈസ് വേരിയേഷൻ ഉണ്ട്. ലൂസ് ആണെങ്കിൽ 28 രൂപ. കടുക് 10 രൂപയ്ക്ക് കൊടുക്കുന്നത്, പാക്കറ്റ് ആണെങ്കിൽ 15 രൂപ. അപ്പൊ ഇതിനൊക്കെ പ്രൈസ് കുറവാണ്. എന്ന് വെച്ചാൽ എല്ലാ ഐറ്റത്തിനും പ്രൈസ് കുറവാന്നല്ല. ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് എന്റെ അടുത്ത് നോർമൽ പാക്കറ്റിനെക്കാളും വില കൂടുതലാണ്, മസാലയ്ക്ക് വില കൂടുതലാണ്. സോ അങ്ങനെ കുറച്ച് ഐറ്റം, അതായത് ഒരു 80% പ്രോഡക്ട്സിന് വില കുറവും 20% പ്രോഡക്ട്സിന് വില കൂടുതലും അങ്ങനെയാണ്. അത് അന്നേരം അതിന്റെ ക്വാളിറ്റി അതിന്റെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ മസാലകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ എന്ന് പറഞ്ഞപ്പോ നമ്മൾ നോർമൽ മസാലാസിലൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടയ്ക്ക് പകരം സിനമണ് പകരം ശരിക്കും കാസിയ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ശരിക്കും അത് ഹെൽത്തി സാധനമല്ല. മലേഷ്യയിൽ നിന്ന് വരുന്നൊരു ശരിക്കും സിനമണിന്റെ ഇതിൽ തന്നെ പെട്ട ഒരു സാധനമാണ് കാസിയ എന്ന് പറയുന്നത്. ശരിക്കും ക്യാൻസർ കോസിംഗ് ആണ്. ശരിക്കും ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ മസാലകളിലെല്ലാം അടിയിട്ട്. അതിന് 300 രൂപ കിലോ വയ്ക്കും. നമ്മൾ പട്ട വാങ്ങിക്കുമ്പോൾ 1200 രൂപ വരും. അപ്പൊ അതിന്റെ ഒരു വേരിയേഷൻ ആണ് നമ്മൾ ഈ പൊടിക്കുമ്പോഴും അങ്ങനെയുള്ള ഡിഫറൻസ്. പിന്നെ ക്ലീനിങ് സൊല്യൂഷൻസ് എല്ലാം വില കുറവായിരിക്കും.
എല്ലാം നമ്മൾ നോർമൽ പാക്കറ്റ് വാങ്ങണമെങ്കിലും വില അതൊന്നും ലോക്കലി മെയ്ഡ് അല്ല, അതൊക്കെ ഇന്റർനാഷണൽ ബ്രാൻഡ്സിന് തന്നെ ബൾക്ക് എടുത്തിട്ട് യൂസ് ചെയ്യണം. അതായത് ഇപ്പൊ നമുക്ക് ഡിഷ് വാഷ് അതൊക്കെ ഓർഗാനിക് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം നോർമലി യൂസ് ചെയ്യുന്ന വിമൊക്കെ പോലെയുള്ള കെമിക്കൽ റേഞ്ചസ് അല്ല, ഓർഗാനിക് റേഞ്ചസ് ആയിട്ടുള്ള ക്ലീൻ സൊല്യൂഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും പ്രൈസും റീസണബിൾ ആയിരിക്കും, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സാധനം കിട്ടും. സൾഫൈറ്റ്സ് ഇല്ലാത്ത, പാരബിൻസ് ഇല്ലാത്ത, SLS ഇല്ലാത്ത ഇങ്ങനെയുള്ള ക്ലീനിങ് സൊല്യൂഷൻ റേഞ്ചസ് ആണ് ശരിക്കും. നമുക്ക് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് ബൗൾ ക്ലീനർ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഹൈഡ്രോക്ലോറിക് ആസിഡ് ബേസ് ആണ്. ഇതാണ് നമ്മൾ ഈ മണ്ണിലേക്ക് ഒഴിച്ചു വിടുന്നത്. സോ അതിനൊക്കെ പകരം ശരിക്കും നമുക്ക് ബയോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള പ്ലാന്റ് ബേസ് ആയിട്ടുള്ള ക്ലീനിങ് സൊല്യൂഷൻസ് നമുക്കിപ്പോൾ നോർമലി ലോക്കലി കിട്ടുന്ന പോലെ അങ്ങനത്തെ ഐറ്റം അല്ല, അതെല്ലാം കെമിക്കൽ റേഞ്ചസ് ആണ്. ഇതെല്ലാം ഇന്റർനാഷണൽ ബ്രാൻഡ്സിൽ തന്നെ ബൾക്ക് എടുക്കും. 25 ലിറ്റേഴ്സ് 30 ലിറ്റേഴ്സ് ക്യാൻസ് എടുത്തിട്ട് ആ ക്യാൻസിൽ നിന്ന് ലൂസ് ചെയ്യണം. അപ്പൊ നമ്മുടെ പഴയ സർഫസിന്റെ ബോട്ടിലോ വിമ്മിന്റെ ബോട്ടിലോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ബോട്ടിലേക്ക് നമുക്ക് ക്ലീനിങ് സൊല്യൂഷൻസ് റീഫിൽ ചെയ്യാം. ഈ ബോട്ടിൽ നിങ്ങൾ കൊണ്ടുപോയി യൂസ് ചെയ്യണം, ആ ബോട്ടിൽ തീരുമ്പോൾ വീണ്ടും ആ ബോട്ടിൽ തിരിച്ചു കൊണ്ടുവരും, അതിലേക്ക് തന്നെ വീണ്ടും റീഫിൽ ചെയ്യാം. മനസ്സിലായി? അങ്ങനെ ബോട്ടിലുകളോ നമ്മുടെ കണ്ടെയ്നറുകളോ കൊണ്ടുവന്ന് റീഫിൽ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വാങ്ങുന്ന വാല്യൂടെ 2% ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. 2% ഡിസ്കൗണ്ട്. അത് ആളുകൾ ആ ഒരു ഫോർമാറ്റിലേക്ക് ഒന്ന് വരാൻ വേണ്ടിയാണ്. ചേഞ്ച് ആയി. ഓർഗാനിക് ഡിഷ് വാഷാണ്, പാത്രം കഴുകും, അതുപോലെ ലിക്വിഡ് ഡിറ്റർജൻസ്, തുണി കഴുകും, അതുപോലെ അങ്ങനെയുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെയും ലൂസ് ഉണ്ട്. ഇത് ഇങ്ങനെയാണ് ഇത് ലൂസ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് എടുക്കുക, അതായത് 25 ലിറ്റേഴ്സ് ജാറിലാണ് എടുക്കുക. ഇതിപ്പോ നമുക്ക് തന്നെ കസ്റ്റമർക്ക് തന്നെ റീഫിൽ ചെയ്യാം നമ്മുടെ ബോട്ടിലേക്ക്. ഇത് ടോപ്പ് ലോഡാണ്, ഇത് ഫ്രണ്ട് ലോഡ് ലിക്വിഡ് ഡിറ്റർജന്റ്. ഇതൊക്കെ ഷാംപൂ, ബോഡി വാഷ്, കണ്ടീഷണർ, ഫേസ് വാഷ് അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ പഴയ ബോട്ടിലുകളിലേക്ക് റീഫിൽ ചെയ്യും. സോ ആ രീതിയിലാണ് അതിന്റെ എല്ലാം ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പം നിങ്ങൾ ബോട്ടിൽ കൊണ്ടുവരുവാണെങ്കിൽ ആ ബോട്ടിൽ നിറച്ച് തരും. അല്ലാത്തവർക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം മുകളിൽ ബോട്ടിലുകൾ കാണിച്ചത്. ആ ബോട്ടിലുകൾ ഒരു 20 റുപ്പീസ് 25 റുപ്പീസ് എമൗണ്ട് വെച്ചിട്ട് ആളുകൾക്ക് കൊടുക്കും. ബോട്ടിലുകൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ബോട്ടിലെ പൈസ തിരിച്ചിട്ടും ആ ബോട്ടിലുകൾ ഞങ്ങൾ വാഷ് ചെയ്ത് ഇങ്ങോട്ടേക്ക് പാക്ക് ചെയ്ത് വെക്കും. ക്ലീനിങ് സൊല്യൂഷൻസ്. ഇതിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും, ഇതിലൊരു 3-4 സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത് കേട്ടോ, പല കസ്റ്റമേഴ്സ് കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇത് 6-7 സ്റ്റിക്കർ ഉണ്ട് ഇതിൽ. അപ്പൊ പഴയ ബോട്ടിൽ വാഷ് ചെയ്തിട്ട് വീണ്ടും റീഫിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. സോ ആ രീതിയിലാണ് അതിന്റെ കാര്യങ്ങൾ. ഇപ്പൊ ശർക്കരയാണെങ്കിൽ നോർമൽ, ഇത് നമ്മുടെ നോർമൽ മാർക്കറ്റിൽ വരുന്ന മറയൂർ ശർക്കരയാണ്. ഇത് ഓർഗാനിക് സർട്ടിഫൈഡ് ആയിട്ടുള്ള മറയൂർ ശർക്കരയാണ്. അപ്പൊ അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് പ്രൈസ് 70 ഉള്ളൂ, ഇത് 140 വിലയിൽ ഇരട്ടി വ്യത്യാസമുണ്ട്. പക്ഷെ ഇത് നമുക്ക് ജെന്യൂൻ ആയിട്ട് പറയാം, ഇതിൽ വേറെ മായങ്ങളോ ഒന്നും ഉണ്ടാവില്ല, സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനമാണ് പറയാം. ഇത് നമുക്ക് ഉറപ്പില്ല, കാരണം നമുക്ക് നോർമൽ മാർക്കറ്റിൽ നിന്ന് ഞാനൊരു ഹോൾസെയിൽ ആളുടെ കയ്യിൽ നിന്ന് ആ സാധനം പർച്ചേസ് ചെയ്യുന്നു, ഞാൻ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ നോർമൽ കടകളിലൊക്കെ വാങ്ങണ പോലെ തന്നെയുള്ളതായിരിക്കും. അപ്പൊ പ്രൈസും നോർമൽ ആയിരിക്കും. അപ്പൊ ഞാൻ 2 വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു അഫോർഡബിലിറ്റിയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. എല്ലാവർക്കും ഇത് അഫോർഡ് ചെയ്യാനും പറ്റില്ലാതെയുണ്ട്. അപ്പം നമുക്ക് എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാലാണ് ഒരു കോൺസെപ്റ്റിനും കാര്യമുള്ളൂ. നമ്മളൊരു സീറോ വേസ്റ്റ് ഫോർമാറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു എലൈറ്റ് കസ്റ്റമർ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ആ ഫോർമാറ്റ് ചെയ്തൊരു കാര്യമില്ല. കാരണം ഇത് എല്ലാവരെയും അഫക്ട് ചെയ്യുന്ന പ്രശ്നമാണ്. എല്ലാവർക്കും ഇതിന് ബാധ്യതയുണ്ട്. കാരണം ഇത് പ്ലാസ്റ്റിക് കൺസ്യൂം ചെയ്ത് പുറത്തേക്ക് വലിച്ചെറിയുന്നത് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നാലാണ് അതിനെ നമുക്കത് കറക്റ്റ് രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. സോ ഇതെല്ലാം ക്ലബ് ചെയ്താണ് ചെയ്യുന്നത്. എല്ലാ ഐറ്റംസും വെച്ചിട്ടുണ്ട്. നമുക്ക് ഓർഗാനിക്കും ഉണ്ട്, നോർമലും ഉണ്ട്. ഓർഗാനിക് വേണ്ടവർക്ക് ഓർഗാനിക് വാങ്ങിക്കാം, നോർമൽ വേണ്ടവർക്ക് നോർമൽ. ആ രീതിയിലാണ് ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പയറി വരുന്നതാണ്. എക്സ്പയറി കൂടുതലും അങ്ങനെ വരാറില്ല, കാരണം അത്യാവശ്യം നല്ല കസ്റ്റമർ വർക്കിങ്സ് ഉണ്ട്. പിന്നെ എപ്പോഴും ഞങ്ങളൊരു 3 to 4 ഡേയ്സിനുള്ളിൽ കുടിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ പുട്ടുപൊടിയാണെങ്കിലും അപ്പപ്പൊടിയാണെങ്കിലും ഗോതമ്പൊടിയാണെങ്കിലും ഇതിനെല്ലാം ഷെൽഫ് ലൈഫ് കുറവാണ്. നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മുടെ ബാക്കിയുള്ള പാക്കറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷെൽഫ് ലൈഫ് കുറവാണ്. കാരണം പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ എപ്പോഴും ഷെൽഫ് ലൈഫ് കുറവുണ്ടാവും. അപ്പോൾ എപ്പോഴും ഞങ്ങളത് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് 3-4 ഡേയ്സിനുള്ളിൽ തീർന്നു പോകുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ സാധനങ്ങളെല്ലാം ഉണ്ടായത്. മാക്സിമം ഒരു 3-4 ഡേയ്സിനുള്ളിൽ ഈ സാധനം തീർന്നു പോകും. ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു എക്സ്പയറിയുടെ ഒരു പ്രശ്നങ്ങൾ മാക്സിമം വരാറില്ല. ഈ പറഞ്ഞ ടൈം കൊണ്ട് തീർന്നു പോകും. വരാറുണ്ട്. അത് ശരിക്കും നമുക്ക് തിരക്കില്ലെങ്കിൽ പ്രശ്നം വരും. ഇത് എയർ ടൈറ്റ് ബിൻസ് അല്ല, പക്ഷെ നമുക്കൊരു 2 ഡേയ്സ് ഒക്കെ ഇത് വലിയ കുഴപ്പമില്ലാണ്ടിരിക്കും, 2 ദിവസം. പക്ഷെ ഇതൊക്കെ ഞങ്ങൾക്ക് 1 ടൈം സിംഗിൾ ഡേ റീഫില്ലാണ്. ഇന്ന് തന്നെ ഇതൊരു 2 ടൈംസ് എങ്കിലും റീഫിൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും എയർ ടൈറ്റ് ഇഷ്യൂസൊന്നും നല്ലത് വരാൻ ഇല്ല. ഫുള്ളി പ്ലാസ്റ്റിക് ഫ്രീ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ആളുകളിലേക്ക് ഇതൊരു വലിയ കോൺസെപ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ പറ്റും. മനസ്സിലായി? ഇപ്പൊ ഒരാൾ ഒരു വീട്ടിൽ നിന്ന് ഒരു 10-20 ഐറ്റത്തിന്റെ ലിസ്റ്റ് എഴുതിയിട്ട് പറഞ്ഞാൽ
അയാൾക്ക് ആ 20 ഐറ്റം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ശരിയാണ്, കോമൺ ഐറ്റംസ് ആണ് ഞാൻ പറയുന്നത്. നമ്മൾ കണ്ടു വാങ്ങിക്കുന്ന സാധനങ്ങളല്ല, നമ്മൾ വീട്ടിൽ നിന്നൊരു ഐറ്റം ലിസ്റ്റ് എടുക്കുന്നു കഴിഞ്ഞാൽ അതെല്ലാം കൊടുക്കാനും നമുക്ക് പറ്റും. അപ്പം നമുക്ക് ചില ഐറ്റംസിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്തതുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ടൂത്ത് പേസ്റ്റിന് പകരം നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ സാധനം ഐറ്റം ഉണ്ട്, പക്ഷെ നമുക്കിവിടെ ഇന്ത്യയിൽ അതിന്റെ അവൈലബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. മനസ്സിലായി? ഇപ്പൊ ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബ് ശരിക്കും പ്ലാസ്റ്റിക് ആണ്, പക്ഷെ നമുക്കത് ഒഴിവാക്കണമെങ്കിൽ അതിന് പകരം ഒരു സാധനം വെക്കണം. കാരണം ഒരു പലചരക്കടയിൽ ടൂത്ത് പേസ്റ്റ് ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഒരാൾ വന്ന് ചോദിച്ചു, ഒരാളൊരു 10 ഐറ്റം ലിസ്റ്റ് കൊണ്ടുവന്നാൽ എന്തായാലും ടൂത്ത് പേസ്റ്റ് ഉണ്ടോ? അപ്പൊ ഈ ടൂത്ത് പേസ്റ്റ് നമ്മൾ ഇല്ലാന്ന് പറഞ്ഞാൽ അയാൾ ആ സാധനം വാങ്ങാൻ വേണ്ടി മാത്രം വേറൊരു കടയിൽ പോകണം. അപ്പൊ സോ അത് നമുക്ക് അതിന് പകരം നമുക്കൊരു ഐറ്റം കൊടുക്കാനുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടുപൊടി ഒന്ന് നമ്മൾ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടുപൊടിക്ക് സംഭവം കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു ടൂത്ത് ബ്രഷ് ചോദിച്ചു കഴിഞ്ഞാൽ ടൂത്ത് ബ്രഷിന് പകരം എനിക്ക് ബാംബു ടൂത്ത് ബ്രഷ് കൊടുക്കാനുണ്ട്. അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ ഇല്ലാത്ത സാധനങ്ങളെല്ലാം ഞാൻ പ്ലാസ്റ്റിക് ഉള്ളത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ടൂത്ത് പേസ്റ്റുകൾ ഞാൻ പ്ലാസ്റ്റിക് ഉള്ളത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ ജർമ്മനിയിൽ തന്നെ നമുക്ക് ടൂത്ത് പേസ്റ്റിന്റെ ടാബ്ലറ്റ്സ് കിട്ടും. നമുക്ക് 10,000 പീസിന്റെ ഒറ്റ പാക്കറ്റായിട്ട് നമുക്ക് സാധനം കിട്ടും. 10 ടാബ്സ് എന്നാണ് അതിന്റെ പേര്. അത് നമുക്ക് ഈ നമ്മുടെ ചെറുപയറിന്റെ അത്ര ഉള്ളൂ അതിന്റെ ടാബ്ലറ്റ്. അപ്പൊ രാവിലെ ഒരു ടാബ്ലറ്റ് ഇടുക, പല്ലേക്കുക, കടയിൽ നിന്ന് ലൂസായിട്ട് സാധനം വാങ്ങിക്കാം. അപ്പൊ അതുപോലെ ജാറിലാക്കി വെക്കണം. നിങ്ങൾക്ക് 50 ഗ്രാം വേണമെങ്കിൽ 50 ഗ്രാം കടയിൽ നിന്ന് ലൂസ് വാങ്ങിക്കാം. രാവിലെ ഒരു ടാബ്ലറ്റ് ഇടുന്നു, പല്ല് കഴിക്കണം. വൈകുന്നേരം ഒരു ടാബ്ലറ്റ് ഇടുന്നു, പല്ല് കഴിക്കണം. ട്യൂബിൽ വേസ്റ്റ് ഉള്ളത്. സോ സൊല്യൂഷൻസ് ഉണ്ട് ഇതിന്, ബട്ട് അതിന്റെ ഒരു അവൈലബിലിറ്റി ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ അങ്ങനെ ആയിട്ടില്ല. ഒരു ഫസ്റ്റ് സ്റ്റോറാണ് ഇന്ത്യയിൽ. സോ ഈ ഒരു കോൺസെപ്റ്റിലുള്ള സ്റ്റോഴ്സ് തന്നെ ഇന്ത്യയിൽ വന്നിട്ടില്ല. അപ്പം അതിന്റെ ഒരു അവൈലബിലിറ്റി, അപ്പൊ ഇതുപോലെ ഒത്തിരി സ്റ്റോറുകൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യും. എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഇത്ര നാൾ ലൂസ് ഉണ്ടായിരുന്നില്ല, കിട്ടാണ്ടായിരുന്നില്ല. അപ്പൊ അത് ഓട്സ് നമുക്കൊരു കോമൺ സാധനം ആയതുകൊണ്ട് ഓട്സ് ഞാൻ പാക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര നാളും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഓട്സ് ഇതിപ്പോ റോൾഡ് ഓട്സ് ആണ്, ഓട്സ് ചതച്ചത്. അപ്പൊ ഇതിപ്പോ എനിക്ക് ലൂസ് കിട്ടിയപ്പോ ഞാൻ പാക്കറ്റോട് മാറ്റി. ഇപ്പൊ പാക്കറ്റ് ഇല്ല, ഓട്സിന്റെ ലൂസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ പറ്റണം. സോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ചേഞ്ച് ചെയ്ത് തന്നെയാണ്. പിന്നെ കോമൺ ഐറ്റംസിലാണ് ആ ഒരു ഇഷ്യൂ ഉള്ളത്, ബാക്കിയുള്ളതൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. ശരിക്കും ഇങ്ങനെയാണ് സാധനം എടുക്കേണ്ടത്. ഇതെല്ലാത്തിനും കോഡ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ PLO എന്ന് എഴുതിയ എല്ലാം അതാതിന്റെ കോഡ് നമ്പേഴ്സ് ആണ്. ഇതെല്ലാം കസ്റ്റമർ തന്നെയാണ് ചെയ്യുന്നത്, ഒരിക്കലും നമ്മൾ സ്റ്റാഫ് അല്ല എടുക്കുന്നത്. എപ്പോഴും നമ്മുടെ പഴയ പലചരക്കടയ്ക്ക് നടന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്ന് ഒരാൾക്ക് സാധനം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ തീർന്നവരെ നോക്കി അടുത്തയാൾക്ക് എടുക്കണമായിരുന്നു. പക്ഷെ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 10-15 കസ്റ്റമേഴ്സ് വന്നാലും അവർക്ക് തന്നെ എടുത്ത് അവർക്ക് തന്നെ വെയ് ചെയ്യാവുന്ന രീതിയിൽ. അപ്പൊ അതിനാണ് ഈ നമ്പറുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് 453 ഇതിന്റെ നമ്പർ. അപ്പൊ ഇതിവിടെ വെക്കുക, 453 അടിക്കുക, പ്രിന്റ് കൊടുക്കുക. അപ്പോൾ ഐറ്റവും എത്ര തൂക്കമുണ്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇത് വെച്ച് തന്നെ സ്റ്റിക്ക് ചെയ്യും. സെയിം പാക്കറ്റിന്റെ ഫോർമാറ്റിലായിരുന്നു. മാക്സിമം സെൽഫ് ടൈപ്പിംഗ് ആണ്, എല്ലാം നമുക്ക് തന്നെ റീഫിൽ ചെയ്തെടുക്കാവുന്ന. അപ്പൊ ഇപ്പോഴും നമുക്ക് തിരക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, ആൾക്കാർക്കും ബോറടിക്കില്ല. നമ്മളൊരു സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വന്ന് വെറുതെ നോക്കിക്കണേക്കാളും നല്ലതാണല്ലോ നമ്മൾ സാധനം എടുക്കും. സോ അങ്ങനെ ഓരോ ഐറ്റത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതിലൊക്കെ നോക്കിയാലും ഇതിപ്പോ പുട്ടുപൊടിയാണ്, ഒരു സ്കൂപ്പ് 150 ഗ്രാമാണ്. അതായത് ഇങ്ങനെ എടുക്കുക, ഇത് ഏതാണ്ട് ഒരു അപ്രോക്സ് 150 ഗ്രാം ഉണ്ട്. അപ്പൊ നമുക്കൊരു 7 സ്കൂപ്പ് എടുക്കാം, ഏതാണ്ട് ഒരു 1 കിലോ അടുത്ത് വരും. അപ്പൊ അത് കസ്റ്റമർക്ക് അതിന്റെ ഒരു കാര്യം കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയാണ് ഓരോ ഐറ്റത്തിലും ഈ സ്കൂപ്പ് എഴുതിയ എത്ര സ്കൂപ്പാണ്, ഈ സ്കൂപ്പ് എത്ര ഗ്രാമാണ്. സോ ഒരു 7 സ്കൂപ്പ് എടുത്താൽ ഏതാണ്ട് ഒരു അപ്രോക്സ് 1 കിലോയോ. അത് കൊണ്ടുവയ്ക്കുക, 152 കോഡ് അടിക്കുക, പ്രിന്റ് അടിക്കുക, അപ്പൊ കുട്ടോടി പാക്ക് ചെയ്യും. ഇതെല്ലാം അവര് തന്നെയാണ്, നമ്മളല്ല. ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 15 ഐറ്റം ആൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 15 പ്ലാസ്റ്റിക് കവർ ഒഴിവാക്കി സേവ് 15 പ്ലാസ്റ്റിക് ബില്ല് അടിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് ഇതിലൊരു ടോട്ടൽ എമൗണ്ട് ഉണ്ട്, എത്ര പ്ലാസ്റ്റിക് സേവ്. അപ്പൊ ഞങ്ങളിപ്പോ ഒരു 3.5 കൊല്ലമായി കട തുടങ്ങിയിട്ട് ഏതാണ്ട് 13.5 ലക്ഷം പീസ് ഓഫ് പ്ലാസ്റ്റിക് ആണ് ഈ കടയിൽ നിന്ന് നമ്മൾ സേവ് ചെയ്തേക്കുന്നത്. പ്ലാസ്റ്റിക് പീസ്, പാക്കറ്റ്സ്, സിംഗിൾ യൂസ്. ഇത് 3 ഐറ്റം ഉണ്ട്. 3 ഐറ്റത്തിന് ഞങ്ങൾ പ്ലാസ്റ്റിക് സൈഡ് ശരിക്കും ക്വാണ്ടിറ്റി 3 പീസ് അടിക്കും. ടോട്ടൽ 187 രൂപയാണ് പ്ലാസ്റ്റിക് സൈഡ് 3. സോ അങ്ങനെ ഓരോ ബില്ലിലും അടിച്ചാണ് കൊടുക്കുന്നത്. സാധാരണ സൂപ്പർ മാർക്കറ്റ് ചെല്ലുമ്പോൾ ശരിക്കും നിങ്ങൾ എത്ര പൈസ സേവ് ചെയ്തു എന്നാണ് ശരിക്കും ബില്ലിൽ കാണിക്കുന്നത്. യു സേവ് ദിസ് മച്ച് മണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്ര പ്ലാസ്റ്റിക് സേവ് ചെയ്യുന്നു.